ോട്ട് സിക്സ് അടിച്ച് കൊടുക്കുന്ന SRH എന്ന് പറയുന്നത് 250, 260, 270 അങ്ങനെ വലിയ വലിയ സ്കോറുകളൊക്കെ സ്കോർ ബോർഡിൽ ചേർത്ത് IPL തന്നെ ഒരു സ്കീമാറ്റിക്സ് ഒക്കെ മാറ്റി മറിച്ച് വന്നൊരു ടീമായിരുന്നു. ആ ടീമിന് ഇത്തരത്തിലുള്ളൊരു ഊച്ചാളി സ്കോറിലോട്ട് പവർ പ്ലേയിലൊക്കെ തള്ളിവിടാന്ന് പറഞ്ഞാൽ അതിലൊറ്റ പേരേ ഉള്ളൂ, മുഹമ്മദ് ഷമി. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബോളേഴ്സിൽ ഒരാൾ. ഇന്ന് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കിട്ടില്ല. 4 ഓവർ 9 റൺസ് മാത്രം വഴങ്ങിയിട്ടാണ് അദ്ദേഹം 2 വിക്കറ്റ് എടുത്തേക്കുന്നത്. ബ്രില്യൻ പെർഫോമൻസ്. ആ പവർ പ്ലേ തീർന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഓവറുകളൊക്കെ തീരുണ്ടായി. 4 ഓവറിൽ 9 റൺസ്. ഈ ബാറ്റ്സ്മാൻമാരുടെ ഈ ഒരു അതായത് ബാറ്റ്സ്മാൻമാരുടെ ഭരിക്കുന്ന IPL ഇതുപോലത്തെ ഒരു സ്പെല്ല്, അത് ഓപ്പണിങ് സ്പെല്ല് ചെയ്യാനായിട്ട് ഏത് ബോളറുണ്ട്? ഇപ്പോൾ നമ്മൾ ബുംറയൊക്കെ ഉണ്ട്. ബുംറയൊക്കെയാണ് ഇപ്പോൾ ഒരു സീം ബോളേഴ്സിൽ ഏറ്റവും മികച്ച രീതിയിൽ എറിയുന്ന ബോളർ. ബുംറ പോലും ഇത്തരത്തിലുള്ളൊരു ഫിഗർ IPL എറിഞ്ഞിട്ടില്ല. അതും ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ നിലവിൽ കളിക്കാനില്ലാത്ത, കഴിഞ്ഞ സീസൺ SRHലൊക്കെ കഴിഞ്ഞ സീസൺ മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഇതേ ഷമ്മിയാണ് ഈ സീസൺ മാതിരി തീക്കനൽ പെർഫോമൻസ്. ഒന്നും പറയാനില്ല. ഇന്നത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് ഷമ്മിയായിരുന്നു. ആ പഴയ ആ ഒരു നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റൊക്കെ കളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്വിങ്ങിങ് ഷമിയുണ്ട്. ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പിലൊക്കെ നല്ല കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ച ആ ഷമ്മിയുടെ ആ ഒരു പെർഫോമൻസ് ആണെന്ന് പുള്ളിയുടെ പുറത്തെടുത്തത്. മറ്റാരും കണ്ണും പൊട്ടി കൊടുക്കാം പ്ലെയർ ഓഫ് ദ മാച്ച്. 4 ഓവറിൽ 9 റൺസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ IPL ഈ കാലത്ത് IPL ഒറ്റ ബോളർക്ക് അങ്ങനെ എറിയാൻ പറ്റില്ല. റണ്ണേ ബോൾ പോലും, അതായത് 4 ഓവറിൽ 24 റണ്ണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രേറ്റ് ഓവറായിട്ട് അത് മാറുമ്പോൾ എറിഞ്ഞ പന്തുകളുടെ പകുതിയിൽ താഴെ റൺസാണ് അദ്ദേഹം കൊടുത്തേക്കുന്നത്. പിന്നീട് 156 റണ്ണ് ചേസ് ചെയ്യുക എന്ന് പറയുന്ന LSG വളരെ സിമ്പിളായിരുന്നു.